ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് റൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നോർമൽ റൈസ് മാത്രമായിട്ട്, മന്തി റൈസ് മാത്രമായിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നോർമൽ മന്തി റൈസ് മാത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നാട്ടിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. 2 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കണക്കാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം 2 വലിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. തക്കാളിയുടെ ഈ ഒരു വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 1/4 കപ്പോളം, ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അതിനൊരു 1/4 ഗ്ലാസ്സോളം തക്കാളിയുടെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ബാക്കി വെള്ളം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം അവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഏതിലാണോ തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 വലിയ പീസ് പട്ട, അതുപോലെ ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പും ഒക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണ് കേട്ടോ. അത് ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് 1.5 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനൊന്നും ചേർക്കാതെ ആ രീതിയിലാണ് കേട്ടോ ഈ ഒരു മന്തി തയ്യാറാക്കിയെടുക്കുന്നത്. ചിക്കൻ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം, ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ കോൺസ് ഉണ്ടല്ലോ, അത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് അറബിക് മന്തി മസാല ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റിൽ നിന്ന് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ അതൊരു 2 ടേബിൾ സ്പൂണ്. പിന്നെ 2 മാഗി ക്യൂബ്, ഇതാണ് നമ്മൾ ചിക്കന് പകരമായിട്ട് ചേർക്കുന്നത്. മാഗി ക്യൂബ് 2 എടുത്തിട്ട് അതും ഇതിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ മാഗി ക്യൂബ് നിങ്ങൾക്ക് ചേർക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 ചെറിയ പീസ് ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി അതിലേക്ക് നമ്മൾ കണക്കാക്കി വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 4 പച്ചമുളകാട്ടോ എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉണക്ക നാരങ്ങ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ. കുക്കറിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗോൾഡൻ ബസ്മതി റൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്യായിരിക്കും കേട്ടോ ഒന്നുകൂടെ ബെറ്റർ. അതാകുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് വൈറ്റ് ബസ്മതി റൈസ് ആണ്. അപ്പോൾ അത് ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്തെടുത്ത ശേഷം വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് വെള്ളം തിളച്ച ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഉൾഭാഗം ഒന്നും ശരിക്കും കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തുറന്നിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാഞ്ഞാൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഇങ്ങനെ വെള്ളം വറ്റി വരുന്നുണ്ട്, ഏകദേശം കുക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ കളറൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ മന്തി വീഡിയോയിൽ തന്നെ കളറ് ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ കളറൊന്നും ചേർക്കാറില്ല, പക്ഷെ അതിന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കളേഴ്സൊന്നും അങ്ങനെ ചേർക്കില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നു, മഞ്ഞൾപ്പൊടി വെള്ളത്തിലാക്കിയിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെന്തതിന് ശേഷം. അതിനുശേഷം അതിലേക്ക് ചാർക്കോള് കത്തിച്ചിട്ട് അത് ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ ഇതുപോലെ അങ്ങ് വെക്കുക കേട്ടോ. അതിൻ്റെ ആ സ്മോക്കിംഗ് ഫ്ലേവർ മൊത്തത്തിൽ ആ ഒരു റൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ എന്തായാലും ഇതുപോലെ അടച്ചു വെക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അരമണിക്കൂറിന് ശേഷമാണ് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഒട്ടലും ഒക്കെ പോവും. കറക്റ്റായിട്ട് തന്നെ അത് വേറിട്ട് നമുക്ക് റൈസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ്റെ ടേസ്റ്റിൽ തന്നെയുള്ള മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇല്ലാതെയും നമുക്ക് മന്തി റൈസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മാഗി ക്യൂബ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 4-5 പീസ് ചിക്കൻ ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്